ഹായ്, ഞാൻ സാമി. നമ്മൾ വീണ്ടും ഇൻലെറ്റ് റേസിംഗിൽ തന്നെ കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാണ്. യമഹ തന്നെയാണ്. ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ലുക്സിൽ ഭയങ്കരമായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുള്ള വണ്ടിയാണ്. എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു മൾട്ടി കളർ ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് പെയിൻറ്റിങ്ങിൽ തന്നെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ പെയിൻറ്റിങ് എവിടെയൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ ഓൾറെഡി ഒരു വീൽ സൈസ് കാര്യങ്ങളൊക്കെ HDVയിൽ കാര്യങ്ങൾ ചെയ്തു. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ വെറൈറ്റീസ്, അത് സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൽ, അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ഇതിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സൈലൻസർ കാര്യങ്ങൾ. പിന്നെ ഒരു പ്രത്യേകത മെയിനായിട്ട് ഇത് 100 ആണ്. ഇത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ വണ്ടീനെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവർ. ഈ വണ്ടി ചെയ്തിട്ടൊരു ഓൾമോസ്റ്റ് ഒരു 3 months ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞത്? ഫ്രം സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്തു? ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിൻറ്റിങ് മൾട്ടി കളറാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ ഡിസ്കിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത് NSൻ്റെ കാലിബറിൽ, ആ കാലിബറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് വീല് 16 ആക്കിയിട്ടുണ്ട്. 18 സൈസ് വരാം, അത് അതാക്കിയാണ്. ഈ വണ്ടി എന്താ പറയുക, 216 ഇഞ്ചാന്ന് പറഞ്ഞു. ഈ വണ്ടി പക്ഷേ ഹൈറ്റ് പ്രൊപ്പോർഷനായിട്ട് ആയിട്ടാണ് നിൽക്കണേ. അതെന്താ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ സംഭവം? അതായത് ഫ്രണ്ടിലെ സസ്പെൻഷനിൽ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും ബാക്ക് സസ്പെൻഷൻ വന്നത് ഇത് ലിബ്രോൻ്റെ ആണ്, ഗ്ലാഡിയേറ്റർ ലിബ്രോ എന്ന മോഡലാണ്. അതിൽ നമ്മൾ ഹൈറ്റിനായിട്ട് ഇട്ടിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഫ്രണ്ട് ഇതിലുണ്ടായ സസ്പെൻഷൻ ഞാൻ പൾസിൻ്റെ സസ്പെൻഷൻ ഇതാണ്, അതിൽ നമ്മൾ ഹൈറ്റ് ആക്കിയേക്കാം. അത് ഞാൻ ഈ 16 ശരിക്കും ഈ വണ്ടി നോർമൽ വീലിട്ട് ഞാൻ ഭയങ്കര ഹൈറ്റ് ആവും. 18 വീലിട്ടാൽ ഭയങ്കര ഹൈറ്റ് ആവും. അപ്പോൾ ആ ഹൈറ്റിൽ മാച്ച് ആവണ പോലെ തന്നെ 16 ഹൈറ്റൊക്കെ കറക്റ്റ് ചെയ്ത് എടുത്തേക്കാം. അപ്പോൾ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഓൾട്രേഷൻ നടന്നുണ്ട്. ഓൾട്രേഷൻ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. പിന്നെ മെയിൻ ഹൈലൈറ്റിന്റെ പെയിന്റിംഗ് ആണ്. പെയിന്റിംഗിന് എത്ര വന്നിട്ടുണ്ട്? എങ്ങനെയാണ് ചെയ്തത്? 16,500 ചെലവ് വന്നിട്ടുണ്ട് പെയിന്റിങ്. അത് ഫുൾ സ്ക്രാപ്പ് ചെയ്ത്, അതായത് തകിട് കഷ്ണം ആക്കിയിട്ടാണ്. പിന്നെ ഈ ടാങ്കൊക്കെ പണിതാ, ടാങ്ക് ഫുൾ ലീക്കായിരുന്നു. അപ്പോൾ ടാങ്ക് ഫുള്ള് പണിതു. പിന്നെ ഇതിലങ്ങനെ കുറെ സാധനം ഉണ്ടാക്കി എടുത്തിട്ടില്ല. സൈലൻസിന്റെ ഷീൽഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഷീൽഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന്റെ ഷീൽഡിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ഷീൽഡാ. ശ്രീ കാറ്റ് സൈലൻസിന് 2 ഷീൽഡ് വരാം കാറ്റിന്. അപ്പൊ അതിന്റെ ബാക്കിലത്തെ ഭാഗവും ഫ്രണ്ടിലത്തെ ഭാഗവും ഒരേപോലെ ആക്കിയിട്ട് ഒരു ഷീൽഡ് ആക്കി. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്റെ ചേംബർ പോലെയാണ് ഇതിന്റെ സൈലൻസിന്റെ ഉള്ള വർക്കിങ്. കാറ്റ് പൊട്ടിച്ചിട്ട് അതിന്റെ ഷെല്ലോടെ കളഞ്ഞ് ചേംബറിന്റെ പോലെയാണ്. ശരിക്കും കാറ്റില് ഓയിൽ വരില്ല ബാക്കില്, ചേംബർ ആക്കുമ്പോഴാണ് ഓയിൽ വരാം. കാറ്റിലാണെങ്കിൽ ഓയിൽ പുറത്തേക്ക് വരില്ല, അങ്ങനെ നിൽക്കും അത് കറക്റ്റായിട്ട്. പിന്നെ അത്രയും കംപ്ലൈന്റ് ആകുമ്പോഴാണ് ഓയിൽ ഒലിച്ച് വരാം. കൺവെർട്ടിങ് ആണല്ലോ സൈലൻസർ. റിമ്മ് പെയിന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിമ്മ് നമ്മൾ റിമൂവ് ചെയ്യും. എൻ്റെ പ്ലേറ്റിംഗ് കളറില്ലേ, അത് പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് റിമൂവ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ 2-3 കോട്ട് അടിച്ച് കറക്റ്റ് ഫിനിഷ് എടുക്കും. നമ്മളിപ്പോൾ പ്ലേറ്റിംഗ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു പോകും. പിന്നെ പെയിന്ററും നന്നായിട്ട് ചെയ്യണ ഒരു പെയിന്ററാണ്. അതിൽ എല്ലാ കാര്യങ്ങളും സമയം എടുക്കാറുണ്ട്. നോർമലി വണ്ടി പോയിട്ട് സമയം എടുക്കാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് തന്നെ കസ്റ്റമേഴ്സും എല്ലാവരും ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു കൂടുതൽ തന്നെ. നോർമലി വണ്ടി ചെയ്യുകയാണെങ്കിൽ ഇത്ര ബഡ്ജറ്റും വരില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ വണ്ടികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുമ്പോഴേ ദൂരം മാത്രം. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഡൂമൊക്കെ ഉണ്ടാക്കിയെടുത്താണ്. അത് SGയുടെ ഡൂം, അതിൽ വീതി കൂടി റിങ് ഉണ്ടാക്കിയെടുത്തതാ. പിന്നെ H4ന്റെ ബീം, പിന്നെ ഹാൻഡിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിലിപ്പോ അത് കസ്റ്റമർ ഒരു ഡമ്മി വെച്ചേക്കാണ്. കസ്റ്റമർക്ക് മറ്റേ ബ്രംബോനൊക്കെ വരുന്ന ഒരു കോപ്പി കിട്ടാൻ വേണ്ടിട്ട് അതുപോലത്തെ സാധനം കാണുമ്പോൾ ഒരു ലുക്ക്, അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൽ വേറെ എന്തൊക്കെയാ ഇഞ്ചിനില് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട്? ഇഞ്ചിൻ വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി 100 ആയിരുന്നു, 95 അങ്ങനെ മുകളിൽ വണ്ടിയാണ് ഇത് ശരിക്കും. അത് നമ്മൾ 135 കൺവേർട്ട് ചെയ്ത് സിലിണ്ടറും ക്ലച്ചും എല്ലാം ക്രാങ്കൊക്കെ എല്ലാം 130 ആക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കളർ അടിച്ചിട്ടുള്ളത് ഡസ്റ്ററില്ലേ, കാറ്, അതിൻ്റെ കോപ്പി തന്നെ അവിടുത്തെ കളർ അടിച്ചിട്ടില്ല. എല്ലാവരും ഗ്രേയും ഒക്കെ അടിക്കാറ്. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻറ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ മാച്ച് അടിച്ചത്. ഈ കളറിനോട് മാച്ച് ആവണ പോലെ അടിച്ചിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ സ്ക്രൂ, അത് മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ ആണ്. അതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. കാരണം അതാകുമ്പോൾ കംപ്ലൈൻറ്റ് ഇല്ല. കണ്ടു, അതായത് മറ്റേതിങ്ങനെ കളർ പോവുക അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നും ഒരേ ഭംഗിയുണ്ടാവും. പിന്നെ 8 വോൾട്ട് പുഷ് കിറ്റൊക്കെ എല്ലാ വണ്ടിക്കും നിർബന്ധമായിട്ട് മാറാറുണ്ട്. ഫുൾ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അയക്കല് ഫുൾ അയച്ച് റീസെറ്റിംഗ് ആണ് എപ്പോഴും ചെയ്യാറ്. പിന്നെ ഇൻഡിക്കേറ്റർ RX അല്ലെങ്കിൽ YBX ആ മോഡൽ വണ്ടിയുടെ ഇൻഡിക്കേറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ട് ടോട്ടൽ എന്താ എക്സ്പെൻസ് വന്നിട്ടുണ്ട്? ഇതൊരു 75 രൂപ 80 രൂപ വന്നിട്ടുണ്ട്. ഇത് പണിത് പോയിട്ട് ഏകദേശം 3 മാസമായി. ഇപ്പം ജസ്റ്റ് സർവീസ് ചെയ്യാൻ വന്നതാ, ഒരു ചെക്കപ്പിനൊക്കെ വന്നതാ. ഒരു പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ സർവീസ് ചെയ്യാൻ വന്ന വണ്ടിയാണ്. അപ്പോഴാണ് താങ്കൾ വന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈ മീറ്റർ മീറ്ററൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ RP മീറ്റർ സ്പീഡോമീറ്റർ ഒക്കെ വർക്കിംഗ് ആണ്. ഈ മറ്റേ കവർ നമുക്ക് ഈ എന്താ പറയുക സെഡിന്റെ കവർ ഇട്ടില്ലെങ്കിൽ വേറെ ഹോള് അടിച്ച് ചെയ്യാൻ പറ്റുമോ? നമുക്കത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലാത്ത സെഡിന്റെ കവർ ഉദ്ദേശിച്ചാൽ നമുക്ക് ഈ RPM ഹോള് വേറെ നോർമൽ 100 കവറാണല്ലോ, അത് തന്നെ ചെയ്തിട്ടില്ല. അത് നമ്മൾ ലെയ്ത്ത് കൊടുത്ത് ചെയ്യാം. അതിനൊരു എക്സ്പെൻസീവ് ഉണ്ട്, ലെയ്ത്തിലത്തെ ഒരു ചിലവുണ്ട്. അത് ഓയിൽ ലീക്ക് വരാണ്ടും അത് വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ എടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഓയിലേക്ക് വന്നിട്ട് ആകെ. പിന്നെ ഇതിൽ സ്റ്റാൻഡും ഒക്കെ ഹൈറ്റ് കൂടി ഉണ്ട് കേട്ടോ. നോർമൽ വണ്ടിയുടെ വിട്ടിട്ട് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ വണ്ടി ഇരിക്കുമ്പോൾ ഒരു 18 വീലുള്ള വണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കും വേണം, ഹൈറ്റും വേണം. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണ് ഡിസൈനിങ് നടന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ചോദിക്കാതെ ഇനിയിപ്പോൾ ക്ലച്ച് എന്താ ചെയ്തിട്ടുള്ളത്? കുറച്ച് ലോഡ് ചെയ്യാൻ ഇതിൻ്റെ സ്പ്രിങ് നമ്മളൊന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്പ്രിങ് ഇപ്പോൾ നോർമൽ സ്പ്രിങ് മേടിക്കാൻ കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ അളവ് പറഞ്ഞിട്ട് അതുണ്ടാക്കി മേടിക്കണേ. അപ്പോൾ അതിനെ കുറച്ച് ഹാർഡ്നെസ് ഉണ്ട്. അപ്പോൾ മറ്റേ സ്പ്രിങ്ങിനെ വേണ്ടി ഇപ്പോൾ കമ്പനി വേണ സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ്, അപ്പോൾ ക്ലച്ച് റേസ് പോകാത്തൊരു ഫീലാണ് വണ്ടിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയതാ. ഷാർപ്നെസ് കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ക്ലച്ച് ഡിസ്ക് മാറിയാൽ നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ക്ലച്ച് ഡിസ്കും സ്പ്രിങ്ങും മാറിയാലും ഒരു ചെറിയ വഴുക്കൽ പോലെ വണ്ടി, ഒരു ഷാർപ്നെസ് ഇല്ല. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പ്രിങ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് സക്സസ് ആണ്. അപ്പോൾ ഒരു 250 രൂപ അടുത്ത് ചിലവുണ്ട് 4 സ്പ്രിങ്ങിന്. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ടമ്പർ പോവില്ല. അപ്പോൾ ഈ ക്ലച്ച് ലൈഫ് കിട്ടുമോ? കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ ആദ്യം വന്നിരുന്ന ഒറിജിനൽ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മറ്റേ ഇപ്പോൾ സ്പ്രിങ് ഭയങ്കര ഇത്, അതായത് എപ്പോഴും പ്രശ്നങ്ങൾ കാണിക്കുക. അത് നമുക്ക് ഇട്ടെടുത്ത് നമുക്കൊരു സംതൃപ്തി ആയില്ല. എൻ്റെ സംബന്ധിച്ചോളം എല്ലാവർക്കും അങ്ങനെ അറിയില്ല, നമ്മളങ്ങനെ നോക്കണ കാരണം തോന്നിയ. പിന്നെ കുറച്ച് എല്ലാവരും ഈ ക്ലച്ചിൽ വാഷിടുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് പകരം ആ സ്പ്രിങ് തന്നെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സിസ്റ്റം കിട്ടില്ല കാരണം. കമ്പനി പോലെ തന്നെ അപ്പോൾ നമ്മുടെ ആവശ്യം പറഞ്ഞ് അത് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിലൂടെ നിന്ന് ഉണ്ടാക്കി നമുക്ക് കിട്ടും. അതിപ്പോൾ നമുക്കിപ്പോൾ റേസ് വണ്ടിക്കായാലും നമ്മൾ സ്പ്രിങ് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കോറ് വേണമെന്ന് നോക്കിയിട്ട് ആ കോറിനനുസരിച്ച് കറക്റ്റ് ഇത് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഷോ ഒന്നും വേണ്ട. അത് ഇത്ര വർക്കിംഗ് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ ഒരു ഇത് പോവും. അത് മാറി കൊടുക്കണം ഇടയ്ക്ക്. ഇപ്പോൾ ക്ലച്ച് മാറുമ്പോൾ ക്ലച്ചിൻ്റെ സ്പ്രിങ് അതിൻ്റെ എല്ലാ സാധനങ്ങളും മാറാണ് ബെറ്റർ. അതിൻ്റെ ഏത് വണ്ടിക്കായാലും അങ്ങനെയാണ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞാനങ്ങനെ ഏറെ സാധനം വരാറുണ്ട്. പിന്നെ ബഡ്ജറ്റ് ഇത്തിരി കൂടുതൽ വരാറുണ്ട്. ഇങ്ങനത്തെ ഒരു നോർമൽ വിട്ട് നമുക്ക് മെയിനായിട്ട് ഈ സാധനങ്ങൾ കിട്ടാനില്ല. അതാണ് മെയിൻ ഇതിൻ്റെ ഇത്. അതായത് ബ്ലാക്കിലാണ് സാധനങ്ങൾ കിട്ടുന്നത്, കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഒറിജിനൽ മേടിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ 10 രൂപയുടെ സാധനം 20 രൂപ, അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആളുടെ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വണ്ടി പണിയണം അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ആളെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബന്ധപ്പെടാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്. നമുക്ക് ഇനി നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.